കിഫ്ബിയുടെ മസാല ബോർഡ് ഇടപാടിൽ മുഖ്യമന്ത്രിക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നോട്ടീസ്. കിഫ്ബിയിൽ ഭൂമി വാങ്ങിയതിൽ ഫെമ ചട്ടലംഘനം കണ്ടെത്തിയതോടെയാണ് മുഖ്യമന്ത്രി, മുൻ മന്ത്രി തോമസ് ഐസക്, കിഫ്ബി ഉദ്യോഗസ്ഥർ എന്നിവർക്ക് നോട്ടീസ് അയച്ചത്. മസാല ബോണ്ട് ഫണ്ടുകൾ ഉപയോഗിച്ച് അടിസ്ഥാന സൗകര്യങ്ങൾ പദ്ധതികൾക്കായുള്ള ഭൂമി ഏറ്റെടുക്കലിനാണെന്നും വാണിജ്യ ആവശ്യങ്ങൾക്ക് ഉപയോഗിച്ചിട്ടില്ലെന്നും കിഫ്ബി അറിയിച്ചു. ഇഡിയുടെ നോട്ടീസ് ബിജെപിക്കും യുഡിഎഫിനും വേണ്ടിയുള്ള പാദസേവയാണെന്ന് തോമസ് ഐസക് പ്രതികരിച്ചു. 2021 രജിസ്റ്റർ ചെയ്ത കേസിൽ 3 വർഷം നീണ്ട അന്വേഷണത്തിന് പിന്നാലെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ നടപടി. ഫെമ നിയമ ചട്ടലംഘനം കണ്ടെത്തിയെന്ന് ചൂണ്ടിക്കാട്ടി അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റിക്ക് ഇഡി റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു. മസാല ബോണ്ട് വഴി കണ്ടെത്തിയ പണം ഉപയോഗിച്ച് ഭൂമി വാങ്ങിയത് നിയമചട്ടലംഘനമെന്നാണ് കണ്ടെത്തൽ. 2019 9.72% പലിശയിൽ ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ മസാല ബോണ്ട് ഇറക്കി 2672.80 കോടി രൂപയാണ് കിഫ്ബി സമാഹരിച്ചത്. ഇതിൽ 466.91 കോടി രൂപയ്ക്ക് കിഫ്ബിയുടെ പേരിൽ ഭൂമി വാങ്ങിയെന്നാണ് കണ്ടെത്തൽ. കഴിഞ്ഞ മാസം 12-നാണ് കിഫ്ബി മുഖ്യമന്ത്രി പിണറായി വിജയൻ, മുൻ ധനകാര്യ വകുപ്പ് മന്ത്രി തോമസ് ഐസക്, കിഫ്ബി സിഇഒ കെ.എം. എബ്രഹാം എന്നിവർക്ക് ഇഡി നോട്ടീസ് അയച്ചത്. ഇഡിയുടെ നോട്ടീസ് ബിജെപിക്കും യുഡിഎഫിനും വേണ്ടിയുള്ള പാദസേവയാണെന്ന് മുൻ ധനമന്ത്രി തോമസ് ഐസക് പറഞ്ഞു. പ്രഥമ ദൃഷ്ടിയ തന്നെ തള്ളിക്കളയാവുന്ന ഒരു കാര്യവും വെച്ച് ഷോക്കോസ് കൊടുത്തിരിക്കുക മുഖ്യമന്ത്രിക്കെതിരായിട്ട് ഈ രാഷ്ട്രീയ കളിയാണ് ഇഡി നടത്തിക്കൊണ്ടിരിക്കുന്നത്. ബിജെപിക്കുള്ള പാദസേവ അതിനൊത്ത് താളം പിടിക്കാനായിട്ട് യുഡിഎഫ് നേതാക്കന്മാർ ഇറങ്ങുന്നത് സങ്കടകരമാണ്. എന്നാൽ ആരോപണം തള്ളി കിഫ്ബി രംഗത്തെത്തി. മസാല ബോണ്ട് ഫണ്ടുകൾ ഉപയോഗിച്ചത് അടിസ്ഥാന സൗകര്യ പദ്ധതികൾക്കായുള്ള ഭൂമി ഏറ്റെടുക്കലിനാണെന്നും വാണിജ്യ ആവശ്യങ്ങൾക്ക് ഉപയോഗിച്ചിട്ടില്ലെന്നും കിഫ്ബി അറിയിച്ചു. മീഡിയ 1 കൊച്ചി.